നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെയും വന്ദനനെ കൊച്ചാക്കിയതാണ്. പണത്തിനു വേണ്ടി വന്ദന വന്ന് എന്റെ മുമ്പിൽ മുട്ടിലിടുന്ന അവസ്ഥ ഉണ്ടാവും. ഉണ്ടാക്കും ഞാൻ. സുഖമായിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? ഓ, എനിക്കെന്തോന്ന് വിശേഷം. നമ്മളൊക്കെ പാവപ്പെട്ടവര്. എന്റെ കെട്ടിയ വലിയ കോടീശ്വരനൊന്നും അല്ലല്ലോ. സ്വന്തം കൂടപ്പിറപ്പിനെ അനിയനെയൊക്കെ കാണണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരണം. ഈ പാവപ്പെട്ടവളുടെ വീട്ടിലേക്ക് നിങ്ങളാരും ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ഇല്ലല്ലോ. എന്റെ മോനെ, നീ ഇതൊന്നും കാര്യാക്കണ്ട. ഇവക്ക് ഒരു 100 കൂട്ടം പരാതിയാ എപ്പോഴും. ഇവളിങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ കെട്ടിയാനുണ്ടല്ലോ സതീശൻ, നല്ല മര്യാദ, നല്ല അന്തസ്സുള്ള പയ്യനാ. സതീശനെ ഓർത്തെ നിങ്ങക്ക് സമയമുള്ളപ്പോ അങ്ങോട്ടൊന്ന് പോണം. അവന് വലിയ സന്തോഷമാകും. പോവാ മുത്തശ്ശി. അധികം വൈകാതെ നമ്മള് വസന്തേച്ചിയുടെ വീട്ടിൽ വിരുന്ന് പോവാൻ പോവാ. പക്ഷേ വെറുതെ ഭംഗി വാക്ക് പറഞ്ഞാ പോരാ. നീ വിക്രമനെയും കൂട്ടി വീട്ടിലേക്ക് വരണം. ഫ്രൈഡ് റൈസ് ഒന്നും ഇല്ലെങ്കിലും നല്ല വരാല് വെച്ച് പൊള്ളിച്ച് ചോറ് തരാം. ചേച്ചി മീൻകറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് വെക്കും. ചേച്ചിയുടെ വരാല് പൊള്ളിച്ചത് കഴിച്ചാ ശരിക്കും പറഞ്ഞ നാവും കൂടി ഇറങ്ങിപ്പോ. അത് ശരി. വായിക്ക് രുചിയായിട്ട് മീൻകറിയൊക്കെ വെക്കും. പക്ഷേ മനസമാധാനത്തോടെ ഒന്ന് കഴിക്കാൻ സമ്മതിക്കില്ലെന്നേ ഉള്ളൂ. അതെ, അത് സത്യം. വസന്തേച്ചി, ഈ പുഴ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഒരു ദിവസം നമുക്ക് അവിടെ അടിച്ച് പൊളിക്കാം. ഞങ്ങളുടെ പുഴ നിറച്ച് മീനാ. മോൻ എപ്പോ വരുമെന്ന് പറഞ്ഞാ മതി. അച്ഛാ, പുതിയ വീടിന്റെ പണിയൊക്കെ എന്തായി? ഉടൻ തുടങ്ങും. അടിസ്ഥാനം ഉടനെ തുടങ്ങണം. പിന്നെ ജോലിന്ന് പിരിഞ്ഞ സ്ഥിതിക്ക് സാമ്പത്തികം ടൈറ്റ് ആയിരിക്കും അല്ലേ? അച്ഛാ, ഞാൻ സഹായിക്കാം. അച്ഛന് പണം എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. അല്ല, അതിപ്പോ മോനെ ബാങ്കിലെ ലോൺ ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ അത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. അച്ഛന് അഭിമാനക്കുറവെന്ന് തോന്നണ്ട. ഞാനും ഈ കുടുംബത്തിലൊരു അംഗമല്ലേ. എന്നെ ഒരു അന്യനെ കണ്ട് ഒഴിഞ്ഞു മാറ്റരുത്. ഏയ്, ബാങ്ക് ലോണും പലിശയും അതിന്റെ തിരിച്ചടവും ഒക്കെ ആയിട്ട് പിന്നെ വീട്ടു ചെലവും കൂടി ആവുമ്പോ അച്ഛന് പണത്തിന് ബുദ്ധിമുട്ടാവും. അത് ഞാൻ പറഞ്ഞപ്പോഴാ ഏട്ടൻ പണം തരാമെന്ന് സമ്മതിച്ചത്. അതൊരു നല്ല കാര്യമല്ലേ? അളിയൻ മനസ്സറിഞ്ഞു തരുന്നതല്ലേ? അത് വാങ്ങണം അച്ഛാ. പുതുതായി വെക്കുന്ന വീട്ടില് 5 മക്കൾക്കും തുല്യ അവകാശമായിരിക്കും. അതിലൊരവകാശി വർഷ കൂടിയല്ലേ. ആ നിലയ്ക്ക് പണം സ്വീകരിക്കാം. നിന്റെ ഈ മനസ്സിന് നന്ദിയുണ്ട് മോളെ. പക്ഷേ എന്തായത്? നിന്നെ ആരും ഉമ്മ വയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അമ്മയല്ലേ എന്നെ ഉമ്മ വെച്ചത്. മറ്റാരും ഉമ്മ വയ്ക്കാതെ ഞാൻ സൂക്ഷിച്ചോളാം. എന്താ രണ്ടുപേരും കൂടി ഒരു കുശുകുശുപ്പ്? മാധവ, വിക്രം തരുന്ന പണം ധൈര്യമായിട്ട് വാങ്ങിക്കാം. വേണ്ട. എനിക്കിപ്പോ നല്ലൊരു തുക മാസം മാസം ശമ്പളം കിട്ടുന്നുണ്ട്. മോളുടെ ചികിത്സാ ചെലവ് ഒഴിച്ചാ ബാക്കിയെല്ലാം മിച്ചമാണ്. ആ പണം ഞാൻ അച്ഛന് കൊടുത്തോളാം. എന്നെ ഒരു
അന്യനായിട്ട് കാണുന്നോണ്ടല്ലേ വന്ദന ചേച്ചിയുടെ പണം നിരസിക്കുന്നത്? അല്ല, ഞാൻ കൊടുക്കുന്ന പണം കൊണ്ട് തികയാതെ വന്നാൽ ഞാൻ നേരിട്ട് വന്ന് വർഷയോടും വിക്രമനോടും പണം ചോദിച്ചോളാം. മതി, ധാരാളം മതി. ചേച്ചി എന്റെ ഭർത്താവിനെ ഈ കുടുംബാംഗമായിട്ട് അംഗീകരിച്ചാ മതി. ഇവിടെയും വന്ദന എന്നെ കൊച്ചാക്കിയതാണ്. പണത്തിനു വേണ്ടി വന്ദന വന്ന് എന്റെ മുമ്പിൽ മുട്ടിലിടുന്ന അവസ്ഥ ഉണ്ടാവും. ഉണ്ടാക്കും ഞാൻ. കുറുപ്പ് സാറെന്താ ഈ വഴിക്കൊക്കെ? ലോണൊന്നും ആവശ്യമില്ലെന്നറിയാം. പിന്നെന്താ ഈ പാവം ബാങ്കുകാര് സാറിന് വേണ്ടി ചെയ്യേണ്ടത്? അയ്യോ, എനിക്ക് എന്തിനാ ലോൺ? പക്ഷേ ഒരു ഗഡു കൊടുത്തൊരു ലോണിന്റെ കാര്യം അന്വേഷിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. നമ്മുടെ മാധവൻ നായരില്ലേ, ഒരു ലോണിന് വേണ്ടി ഇവിടെ വന്നിരുന്നല്ലോ. ആ ലോൺ കൊടുത്തായിരുന്നോ? ലോൺ ഒരു ഗഡു കൊടുത്തു. ആ, മാധവൻ നായര് വീടിന്റെ പണി തുടങ്ങി കഴിഞ്ഞല്ലോ. മാധവൻ ഡോക്യുമെന്റ്സ് എല്ലാം തന്നായിരുന്നോ? ഈ പ്രമാണവും മുൻ പ്രമാണവും ഒക്കെ? ഇല്ല. സാറിന്റെ മകൻ ജഗന്റെ ഉറപ്പിന്മേലാ ആദ്യ ഗഡു ലോൺ അനുവദിച്ചത്. അങ്ങനൊരു വിശ്വാസത്തിന്റെ പേരിൽ തുക അനുവദിക്കാൻ മാനേജർക്ക് അധികാരമുണ്ടോ? അത് മാത്രമൊന്നുമല്ല, എന്റെ മകൻ ജഗന്റെ പേരിൽ നിലവിൽ ആസ്തിയേയില്ല. ആ സ്ഥിതിക്ക് അവന്റെ ഉറപ്പിന്മേൽ ലക്ഷങ്ങൾ കൊടുക്കും മുൻപ് ആ കാര്യം മാനേജർ എന്നെ ഒന്ന് വിളിച്ചു പറയേണ്ട മിനിമം മര്യാദ കാണിക്കണ്ടേ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. കുറുപ്പ് സാറിന് മകനായ ജഗനാണല്ലോ എല്ലാം. സ്വാഭാവികം. നിങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിന്റെ ശക്തിയാണ് പാർട്ടിയുടെ നിലനിൽപ്പെന്നത് പരസ്യമായ രഹസ്യമാണല്ലോ. അതുകൊണ്ട് അറിയിച്ചില്ലെന്നേ ഉള്ളൂ. അതായത് ജഗന് എന്നിലുള്ള വിശ്വാസം, എനിക്ക് ജഗനിലുമുള്ള വിശ്വാസം, ഞങ്ങൾ രണ്ടുപേരിലും മാനേജർക്കുള്ള വിശ്വാസം, അതല്ലേ? അതെ, വിശ്വാസം അതല്ലേ എല്ലാം. പക്ഷേ ഈ മാധവനില്ലേ, വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല. എന്നെ മാനേജരെ, ഈ ഡോക്യുമെന്റ്സ് എല്ലാം സമർപ്പിക്കേണ്ടത് ജഗനല്ലല്ലോ, മാധവനല്ലേ? അതെ. എന്നാലേ ഇവിടെ ഈട് വെക്കേണ്ട വസ്തുവിന്റെ ആധാരം മാധവന്റെ കയ്യിലില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.